അച്ഛന് നാടകത്തോടുള്ള ഒരു അദമ്യമായൊരു അഭിനിവേശം ഉണ്ടായിരുന്നു. അതാണ് അച്ഛനെ ഒരു നാടകക്കാരനാക്കിയത്, ഡ്രമാറ്റിസ്റ്റ് ആക്കിയത്, ഒരു നടനാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ അച്ഛൻ നമ്മുടെ ജീവിതമാർഗ്ഗമായി നാടകം. അപ്പോൾ ഒരിക്കലും നാടകം കണ്ടിട്ടില്ലാത്ത എൻ്റെ അമ്മ നാടകത്തിൽ അഭിനയിച്ചു. ഒരിക്കലും സ്റ്റേജിൽ കയറാത്ത ചിറ്റ, ഞാൻ കണ്ടിട്ടുള്ള ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടി ചിറ്റയാണെന്ന് എൻ്റെ അഭിപ്രായം. ആ ചിറ്റയെ ആദ്യം അച്ഛൻ അഭിനയിപ്പിക്കാൻ വിളിച്ചതും ചിറ്റ നടിയായിട്ടല്ല, ജീവിക്കാനുള്ളൊരു മാർഗ്ഗമായിരുന്നു നാടകം. അപ്പോൾ അതിന് ഒരാൾ പറ്റിച്ചു, ഒരു പെണ്ണ് വന്നില്ല, പറ്റിച്ചിട്ട് അഭിനയിക്കുമായിരുന്നു. പിന്നെ ഞാൻ പ്രായമായപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കോളേജിൽ പഠിക്കാൻ വേണ്ടി ചോദിച്ചു, എന്താണ് ഉദ്ദേശം? ഞാൻ പറയുന്നത് അല്ല, പഠിത്തത്തിൽ വലിയ താല്പര്യമില്ലെന്ന് എനിക്കറിയാം, പഠിച്ച ഉദ്യോഗസ്ഥനൊന്നാവുമെന്ന് തോന്നുന്നില്ല. അടുത്ത വർഷം നാടകം ഞാൻ എഴുതുന്നുണ്ട്, അതിനകത്തൊരു ക്യാരക്ടറുണ്ട്, നീ അഭിനയിക്കും, ഞാൻ ആ ക്യാരക്ടർ എഴുതാം, ഡെവലപ്പ് ചെയ്യാം. ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നത്. ഫൈനൽ ഇയർ ലിറ്ററേച്ചർ BA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഭിനയിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ അഭിനയ ജീവിതം, ഒരു പ്രൊഫഷണൽ ആക്ടറായത്. അപ്പോൾ അതൊക്കെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കലാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെ കല്ലെടുപ്പിക്കലാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ ഇന്ന് ഒരു വലിയ കല്ലുകൾ എടുക്കാനുള്ള ശ്രമം എനിക്കതിൽ നിന്നുണ്ടായി. ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ അഭിനയിച്ചതിന് പിന്നിൽ ഞങ്ങളുടെ കുടുംബത്തിൽ സ്ട്രഗിളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കാണുന്ന പലർക്കും സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്. ഇറങ്ങിയിരിക്കുകയാണ്, ഭാര്യയും മക്കളെയും കുഞ്ഞു അടച്ച് എല്ലാത്തിനും വിളിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുക അഭിനയിക്കാൻ. ഞങ്ങളുടെ ബന്ധുക്കൾ പോലും പറഞ്ഞിരുന്നു. അന്നൊക്കെ ബന്ധുക്കൾക്ക് ഞങ്ങൾ നാടകക്കാരെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്നു. പിന്നീട് വേറൊരു ലെവലിലോട്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയും അറിയപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ ബന്ധുക്കളൊക്കെ അതേ ബന്ധുക്കൾ പറയാൻ തുടങ്ങി, ഞങ്ങളുടെ സ്വന്തമാണ് ഇന്നയാൾ എന്ന് പറയുന്നുണ്ട്. അത് ആ ഒരു കാലത്തിൻ്റെ മാറ്റമായിരിക്കും. ഇപ്പോഴും ഉണ്ടത്. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാരിലുണ്ടെന്ന് തോന്നണം. അങ്ങനെ നാടകം, അഭിനയം എന്നൊക്കെ പറഞ്ഞത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. പണ്ടൊരു മലയാളത്തിൽ ചീത്ത വാക്കുണ്ടല്ലോ, കൂത്തിച്ചി എന്ന് പറയുന്നത് ചീത്ത വാക്കാണ്, തെറിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. കൂത്ത് ചെയ്യുന്നുള്ളത് ഡാൻസ് ചെയ്യുന്നത്, കൂത്ത് ഡാൻസ് എന്ന് പറഞ്ഞാൽ അത് കൂത്ത് ചെയ്യുന്നവൾ, അവളെയാണ് കൂത്തിച്ചി. അച്ചി എന്ന് പറഞ്ഞാൽ സ്ത്രീ, കൂത്ത് ചെയ്യുന്ന സ്ത്രീയാണ് എന്ന് വെച്ചാൽ അത്ര മോശക്കാരി എന്നാണ്. അല്ല, അതിന് വേറെ ചീത്ത വാക്കില്ല. അത് ആ ചീത്ത വാക്കായിട്ട് ഉപയോഗിക്കാൻ കാരണം ഇതാണ്. അതൊരു മഹാമോശം കാര്യമായിരുന്നു. പണ്ട് ഈ എന്താ പറയുക, ദേവദാസി സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ആണ് ഇത് പേര് വന്നെന്ന് തോന്നണു. പക്ഷേ എല്ലാവർക്കും ഈ കലാകാരനെ അല്ലെ നടനെ കാണുന്നത് ഇഷ്ടമാണ്, അവനെ കേൾക്കുന്നത് ഇഷ്ടമാണ്, അവൻ്റെ സാമീപ്യം ഇഷ്ടമാണ്, അവനെ എല്ലാം കൊണ്ടും ഇഷ്ടമാണ്. അതുപോലെ അവളെ നടിയാണെങ്കിൽ നടിയെ. പിന്നെ വെറുതെ അതിന് പിന്നിൽ ഒരുതരം അസൂയൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇല്ല പിന്നെ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ അവരെ വെറുത്തുകൂടെ? അവരെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഭയങ്കരമായ അവരോടൊരു ഇഷ്ടം, ഒരടുപ്പം പലർക്കും ആവശ്യമാണ്. പലരും നമ്മളെ കാണുമ്പോൾ നമ്മളൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതും നമ്മളെ പരിചയപ്പെടുന്നതും ഇതിനൊക്കെ ആവേശം നമുക്ക് മനസ്സിലാകും. ചെല്ലുവന്ന് നമ്മുടെ അടുത്ത് നിന്നിടാ ഫോട്ടോ, ചെല്ലുവന്ന് ആദ്യം പറയും മോനൊന്ന് പരിചയപ്പെടണം. അപ്പം മോൻ ഇത്രയുള്ളൂ, മോനിങ്ങനെ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയായിരിക്കും. കൊച്ചിന് ആരാ ഏതാണെന്നൊന്നും അറിയാൻ മേല. മോനൊന്ന് പരിചയപ്പെടണം, അങ്ങോട്ട് വന്നതാണ്, അയക്ക് കാണാൻ വന്നതാണ് അയാൾ. പക്ഷെ അയക്ക് കാണാൻ അയാളുടെ ഉള്ളിലുള്ള അഹന്തയാണ്, ഞാൻ എന്നുള്ള ബോധം. എന്തുകൊണ്ടാണ് അങ്ങനെ ആ മനുഷ്യനെ പറഞ്ഞുകൂടാ, ഞാൻ നിങ്ങളെ കാണാൻ വന്നതെന്ന് പറഞ്ഞുകൂടാ? പക്ഷെ അങ്ങേര് പറയാം, അങ്ങനെ കുഞ്ഞിനെ പറയും, 2 വയസ്സുള്ള കൊച്ച്, അതിന് ആരാന്നും അറിയാൻ മേല, എന്താണെന്ന് അറിയാൻ മേല, ഒന്നും അറിയാൻ മേലാത്ത കുട്ടിയെപ്പറ്റി ഇങ്ങനെ പറയും. അമ്മ പറഞ്ഞിട്ട് അവന് സാറിന് കൈ കൊടുത്തേ, എന്തിനാണ് ആ കുഞ്ഞിനെ, കുഞ്ഞിനറിയാം. അങ്ങനെയൊക്കെ ദിവസവും നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ശരി ആരാധകൻ എന്ന് പറഞ്ഞ് നമ്മൾ. പക്ഷെ അങ്ങനെ പറയുന്നത് വളരെ മോശമാണ് ഈ ആൾക്കാർ. നമ്മളെ അച്ഛൻ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഗോഡ് ഫാദറിൽ അഞ്ഞൂറാൻ അഭിനയിച്ച് ഇങ്ങനെ ഞങ്ങൾ പലപ്പോഴും പുറത്ത് പോവുക, സിനിമ കാണാൻ പോകും, ചിലപ്പോൾ ഹോട്ടൽസിൽ വരും, വല്ല ആവശ്യത്തിന് ടൗണിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ ആൾക്കാർ അച്ഛനെ തിരിച്ചറിഞ്ഞിട്ട് അഞ്ഞൂറാൻ പോകുന്നത്, അഞ്ഞൂറാനെ എന്നൊക്കെ വിളിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കത് പലപ്പോഴും വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ടല്ല, അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛനെങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളത്. പക്ഷേ ഈ സിനിമയിൽ അഭിനയിക്കുന്ന മുമ്പ് നാടകത്തിൽ അച്ഛനെ കണ്ട് ആൾക്കാർ അച്ഛനെ കാണുമ്പോൾ അതെ എൻപിള്ള പോകുന്നു, എൻപിള്ള സാറ് എന്ന് പറയുമ്പോൾ അന്ന് ആ എൻപിള്ള അറിയാവുന്നൊരു അത്യാവശ്യം നാടകവും സാഹിത്യവും ഒക്കെ ബന്ധമുള്ള, അതിനെപ്പറ്റി കുറച്ച് തിരിച്ചറിവുള്ള ആൾക്കാരായിരുന്നു. അപ്പം അച്ഛനെ ആ ലെവലിലാണ് അച്ഛനെ പറ്റി വായിച്ചിട്ട് അറിഞ്ഞിട്ടാണ്. ഇതിപ്പം അഞ്ഞൂറാൻ്റെ കഥാപാത്രം കണ്ടിട്ട് മാത്രമാണ് ആൾക്കാർ വിളിക്കുന്നത്.
അല്ലെങ്കിൽ ആൾക്കാർ തിരിച്ചറിയുന്നത്. അച്ഛൻ അതിനപ്പുറം വേറൊരു ഒരു ലെവലിലുള്ള ആളായിരുന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അങ്ങനെയുള്ള അച്ഛനോടൊരു ബഹുമാനമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടിരുന്നത്. ഞാൻ ആഗ്രഹിച്ചിരുന്നത് അതാണ്. ഈ മറ്റേത് നമ്മൾ ഈ പറഞ്ഞ സിനിമയിൽ ആരഭിനയിച്ചാലും നമ്മുടെ കഥാപാത്രത്തെ പേര് വിളിച്ച് പറയാറുണ്ട്. അതിനെത്രമാത്രം ഔദ്ധത്യം ഉണ്ടെന്നുള്ളതിന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് എൻ പിള്ള സാറെന്ന് അല്ലെങ്കിൽ എൻ പിള്ള എൻ പിള്ള എന്ന് പറയുന്നതായിരുന്നു എനിക്കിഷ്ടം. നീ പറഞ്ഞ സത്യമാണെങ്കിൽ ഈ 500 3 മക്കളെ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്നവനെ ഞാൻ ആ മാവിന്റെ ചോട്ടിൽ വെട്ടി കുഴിച്ചു മൂടും. ഇനി നീ പറയുന്ന നുണയാണെങ്കിലോ അപ്പോഴും 500 3 മക്കളെ കാണൂ. അവന് പകരം വെട്ടി കുഴിച്ചു മൂടുന്നത് നിന്നെയായിരിക്കും. ആരാ മനസ്സിലായില്ലല്ലോ? ഓഹോ, തെറ്റിദ്ധരിക്കരുത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമുള്ളതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ അല്ലേ? ഹായ്, ഞാനൊന്ന് പേര് ചോദിച്ചിന് താൻ എന്തിനാ ഇങ്ങനെ പല്ലടിക്കണേ? ദേ പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചെന്നുള്ളൂ. മനസ്സിലായില്ല അല്ലേ? എന്നെ അച്ഛനെ ചേട്ടന് മനസ്സിലായില്ല അല്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, താൻ മകനാണെന്ന് മനസ്സിലായി. അതിന് ഇവിടെ ഒന്ന് ബഹളം വയ്ക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലെന്നേ. എന്നാ തിരിച്ചറിയ അടിക്കാൻ. നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയ അടിക്കാൻ. നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയണ. ഈ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ അടിക്കാത്തതേ എന്റെ മരിച്ചുപോയ അച്ഛനെ ഓർത്താ. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്റെ കൺട്രോൾ വിട്ടു. പുതിയ സങ്കേതങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ട്രൈങ് ടു ബി ക്ലവർ, അതാണ് അത് പ്രേക്ഷകന് മനസ്സിലാവണ്ടേ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നാടകത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതിൽ പ്രധാന ഘടകങ്ങളൊന്നും ഇതാണ്. മനുഷ്യനെ മനസ്സിലാകണം. അതെന്താണെങ്കിലും അത് മനസ്സിലാകാതെ എന്തൊരു കലാരൂപം. അത് ഞങ്ങൾ പ്രത്യേക സംഭവം നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ വീട്ടിൽ നിന്നാൽ പോരെ. ഇതെന്തിനാ മനുഷ്യനെ മെനക്കെടുത്താൻ ഇങ്ങോട്ട് കൊണ്ടിരുന്നത്? പുതിയ തത്വങ്ങളും കാര്യങ്ങളും ഞങ്ങൾ പഠിക്കണ്ടേ? നമ്മൾ മനസ്സിലാവണ്ടേ? മനസ്സിലാവാതെ എന്തിനാ? അതേ എനിക്കത് കാണുമ്പോൾ തോന്നുള്ളൂ. ഈ നാടകം കാണാൻ വരുന്ന ആൾക്കാർ നാടകം അടുത്ത വർഷം നാടകത്തിന് പോകുമ്പോഴും ഈ കഴിഞ്ഞ വർഷത്തെ നാടകത്തിനെ പറ്റി അഭിപ്രായങ്ങളും ഒരു പ്രാവശ്യം കണ്ട നാടകത്തിന് ഡയലോഗ് വരെ ഓർത്തിരുന്ന് പറയുമായിരുന്നു. അപ്പോൾ ആ നാടകം എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് മനുഷ്യരിൽ. ഇപ്പം ഞാൻ എൻ്റെ മോൻ്റെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയില്ല നമ്മുടെ സുരേഷ് ഗോപിയുടെ അമ്മൂമ്മ ആറവണപ്പൻ ചേച്ചിയെ കാണാൻ പോയി. അപ്പോൾ അപ്പോൾ അവർക്ക് 90 വയസ്സോ മറ്റുണ്ട്. ഞാൻ കാണുമ്പോൾ നമുക്ക് കാല് എന്തോ ഒരു ചെറിയൊരു ഉളുക്കിയിട്ട് ഇരിക്കും മേശപ്പുറത്തേക്ക്. ഞാൻ ഡൈനിങ് റൂമിൽ ചെന്നു. പൊന്നച്ചയെ സംസാരിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഓമന എങ്ങനെ ഇരിക്കുന്നു ഇപ്പം? അപ്പോൾ ഞാൻ പറഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ക്ഷീണ വയസ്സായില്ലേ? ഓമനയുടെ പിന്നെ ആ ക്രോസ് ബെൽറ്റ് നാടകത്തിലേ. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? അത് ഉണ്ടോന്നോ? ആ ഡയലോഗില്ലേ, ദൈവത്തിന് ഫോൺ ചെയ്യുന്നത്, ഹലോ ഒടയമ്പരാനല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഡയലോഗ് ആ അമ്മ പറയുന്നു. അമ്മ ഞാൻ എത്ര പ്രാവശ്യം നാടകം കണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം ക്രോസ് ബെൽറ്റ് എന്ന നാടകം കണ്ടിട്ട് അതിനകത്തൊരു കഥാപാത്രം പറഞ്ഞ ഡയലോഗ് ഈ 92 വയസ്സുള്ള അമ്മ പറയണമെങ്കിൽ എത്രമാത്രം അവരെ ആ നാടകം സ്വാധീനിച്ചിട്ടുണ്ട്. അതായിരുന്നു നാടകത്തിനുള്ള സ്വാധീനം ജനങ്ങളുടെ. അങ്ങനത്തെ നാടകങ്ങൾ ഉണ്ടാകുന്നില്ല. മാത്രമല്ല അത് അഭിനയിക്കാൻ തക്ക ശേഷിയുള്ള നടികടന്മാരുണ്ടാകുന്നില്ല. ഇന്നിപ്പോൾ അത്യാവശ്യം അഭിനയിക്കാൻ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഒന്നില്ലെങ്കിൽ സീരിയലിലേക്ക് പോകാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സിനിമയിലേക്ക് വരാം. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നാടകത്തിന് വ്യക്തമായ ഒരു പരിചയം വേണം. അതിനൊരു ട്രെയിനിങ് ഉണ്ടാവണം. അതിന് സന്നദ്ധരായിരിക്കണം. ചുമ്മാ നാടകം കളിക്കാമെന്ന് സഞ്ജീവ് തൂക്കിപ്പോയാൽ നാടകം കളിക്കാൻ പറ്റില്ല. അതൊക്കെ അങ്ങനെയുള്ള സംഭവിക്കുന്ന നാടകത്തിൻ്റെ ഒരു അപജയമായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല പല കാര്യങ്ങളുണ്ട്. നമ്മുടെ സാമൂഹികമായ മാറ്റങ്ങളുണ്ട്. പിന്നെ ടെലിവിഷൻ, അതിന് മുന്നിൽ പോയിരുന്നാൽ മതിയില്ല. എല്ലാം ഒന്നും ചിന്തിക്കണ്ടല്ലോ. വെറുതെ നിറവും ശബ്ദവും എല്ലാം നമുക്ക് അന്നേരം തന്നെ ആസ്വദിക്കാമല്ലോ. ബുദ്ധിയുടെ ആവശ്യമില്ല, വെറുതെ കണ്ടുകൊണ്ടിരിക്കാം.
ഈ പറഞ്ഞ ഇപ്പോൾ സീരിയലൊക്കെ കണ്ടിട്ട് വെറുതെ കരഞ്ഞുകൊണ്ട് അയലോക്കക്കാരോടൊക്കെ സംസാരിക്കും. മറ്റേത് ഞാൻ കണ്ടായിരുന്നു, നീ കണ്ടില്ലേ ഇന്നലെ എന്തായിരുന്നു മറ്റേ രാജശേഖരൻ മറ്റേ കോമളമായിട്ട് എങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെ ചോദിച്ച് കാര്യം പഴയ മാഗസീൻ വായിക്കുന്ന പോലെ അത്ര ലാഘവത്തോടെ ആൾക്കാർ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള സമൂഹത്തിൽ നാളത്തെ വലിയ പ്രസക്തി കുറയുന്നു എന്നാണ് തോന്നുന്നു. അച്ഛൻ നമുക്കൊരു കഥാപാത്രം പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ആ കഥാപാത്രം എന്താണെന്ന് പറഞ്ഞു തരും. അതായത് അന്ന് ഞാൻ അഭിനയിച്ചൊരു മരം വെട്ടുകാരൻ്റെ റോളാണ്. അത് അച്ഛൻ്റെ ഏകനാട് ആ മരം എന്ന് പറഞ്ഞുകൊണ്ട് ആ മരം വെട്ടുകാരൻ മരം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ക്യാരക്ടേഴ്സ് വരുന്നതൊക്കെയാണ് കഥ. അപ്പം ഞാൻ ഈ മരം വെട്ടുകാരനായിട്ട് മരം വെട്ടുന്നു. അച്ഛൻ പറയും എൻ്റെ എടാ കുട്ടാ നീ അങ്ങനെ നീ മരം വെട്ടുകാരനായിട്ട് നീ എൻ്റെ മരം വെട്ടുകാരനായിക്കണം, നീ കുട്ടൻ നിന്നുകൊണ്ട് കാണിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം പറഞ്ഞു. അവസാനം പിന്നെ പറഞ്ഞ് അച്ഛൻ ഈ ഒരു പ്രത്യേകം വെച്ചാൽ ഈ കഥാപാത്രം എന്താണെന്നുള്ളത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പം നമുക്ക് സംഭവം നമുക്ക് മനസ്സിലാകും, പക്ഷേ ഉള്ളിൽ ബോധമുണ്ട് ഇങ്ങോട്ട് പുറത്തോട്ട് വരികയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥപ്പെടും നമ്മൾ. ആ ഒരു സന്ത്രാസം ഉണ്ടല്ലോ നമ്മളിൽ. ഈ സമയത്ത് ഈ പറഞ്ഞ നമുക്കും വിഷമം തോന്നും. അങ്ങനെ പ്രത്യേക നിമിഷത്തിലാണെന്ന് തോന്നുന്നു അച്ഛൻ ഇങ്ങനെ ജീരകവെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ മൊന്തയ്ക്കകത്ത് ജീരകം വെച്ചിട്ടുണ്ട്. ഈ പാത്രം എടുത്തിട്ട് ഒറ്റ ഏറിഞ്ഞ് എൻ്റെ നേരെ അല്ലെങ്കിൽ പെട്ടെന്ന് തറയായിട്ട് ഈ മൊന്തയുടെ ശബ്ദവും ഇതൊക്കെ ഇട്ട് ഞാൻ വല്ലാതെ വിഷമിച്ചു എൻ്റെ കീറിയൊക്കെ കോച്ചിപ്പോയി. ഇങ്ങനെ കോടാൻ തുടങ്ങി. പിന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ വയ്ക്കും, പിന്നെ കീറി ഇങ്ങനെ കോടി വരിക. മൊത്തത്തിൽ എന്നെ ഫിസിക്കലിക്ക് ബാധിച്ചു. പിന്നെ അച്ഛൻ അങ്ങ് പോയി. പക്ഷേ പിറ്റേ ദിവസം ഞാൻ അഭിനയിച്ചപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു അത്. അച്ഛൻ പിന്നീട് എന്നോട് പറഞ്ഞു അതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. അതായത് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ സാധനമുണ്ട്, നിനക്ക് പുറത്തേക്ക് പറയാനൊരു മടിയോ നിന്നൊരു അറപ്പുണ്ട്, അതിനെ വിടുവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണെന്ന് പറഞ്ഞു. അതൊക്കെ പിന്നീട് പറഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ പലപ്പോഴും എനിക്ക് വലിയ ഇഷ്ടമുള്ള നടനായിരുന്നു കമലഹാസൻ. അന്നത്തെ കാലത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അറിയാതെ മനസ്സിൽ അങ്ങനെ ഒരു ആരാധന ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്കിഷ്ടമുള്ള നടനാണ്. അപ്പം അന്ന് ഞാനൊരു ജോൺസൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഡൈനമൈറ്റ് നാടകത്തിൽ. അപ്പം ഞാൻ സോവിയറ്റ് യൂണിയനിലൊക്കെ പോയി പഠിച്ച് വന്ന ഒരു എഞ്ചിനീയറാണ്. ഞാനിപ്പം നടന്നു കയറി വരുന്നു. 2-3 പ്രാവശ്യം ഞാൻ കയറി വന്നു. പക്ഷേ അല്ല നീ ആ ജോൺസൺ എന്ന ക്യാരക്ടറായിട്ട് കയറുക. പിന്നെയും ഞാൻ വരും കുറേ ഡയലോഗൊക്കെ പറയാം. പക്ഷേ എൻ്റെ കുട്ടാ നീ നീ ക്യാരക്ടർ അല്ല, നീ ഒന്നില്ലെങ്കിൽ നീ ആയിട്ട് ചെയ്യും, അല്ലെങ്കിൽ നീ ജോൺസണായിട്ട്. അങ്ങനെ ഞാൻ പിന്നെയും അവസാനം പറഞ്ഞു ഡാഡാ നീ കമലഹാസനാവണ്ട. അപ്പം ഞാനിങ്ങനെ കമലഹാസനാണ്. നിന്നിൽ കമലഹാസനുണ്ട്, നീ അയാളെ ഇറക്കി വിടാം ആദ്യമായിട്ട്. പിന്നീടാണ് എനിക്ക് മനസ്സിലാവും ശരി എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഇഷ്ടം വരുമ്പോൾ എനിക്കറിയാതെ എൻ്റെ മൂവ്മെൻറ്റ്സിലോ എൻ്റെ അംഗവിഷയങ്ങൾ എവിടെയോ ഒരു കമലഹാസൻ വരുന്നുണ്ട്. അത് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമാണ്. അത് ഞാനൊരിക്കലും പിന്നീട് ഒരു നടനെ പോലും ഞാൻ ഈ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകാറില്ല. ശ്രദ്ധിക്കാൻ മീൻസ് കാണാറുണ്ടെന്നല്ലാതെ ഒരിക്കലും അതിൽ കവിഞ്ഞ് ഞാനങ്ങനെ ആരാധിക്കാറില്ല. ആരാധിച്ചാൽ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇദ്ദേഹം എന്നിൽ കുടിയേറിയ പോലെ വേറെ വല്ലതും കുടിയേറിപ്പാർക്കാം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ അനുകരിക്കാതിരിക്കാൻ കാരണം ഈ പറഞ്ഞ ഈ അനുഭവമാണ്. എൻ്റെ അഭിപ്രായം ഒരു നടന്മാരും പല നടന്മാർക്കുമുള്ള കുഴപ്പമാണത്. പലരെയും നമ്മൾ വളരെയധികം ആരാധിക്കും. അത് നമ്മുടെ അഭിനയ ജീവിതത്തെ ബാധിക്കും. അത്യാവശ്യം മദ്യപിച്ചിട്ടുണ്ട്. മദ്യപിക്കും എന്ന് വെച്ചാൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിച്ചും ഒരു മോശക്കാരനായിട്ട് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്നൊരു ലൂസ് ടോക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് എന്നെ ആദ്യം മദ്യം തന്നത് അച്ഛനാണ്. അതായത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പം അന്ന് ഞാനും എൻ്റെ ചേച്ചിയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് എൻ്റെ കുട ചേച്ചി കൊണ്ടുപോയപ്പോൾ ഒടിഞ്ഞു, എൻ്റെ പിടി ഒടിച്ചു കളഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ചേച്ചിയുടെ കുട തല്ലി ഒടിച്ചു. അച്ഛൻ പറഞ്ഞു അപ്പോൾ 2 പേർക്കും ഇനി കുട വേണ്ടല്ലോ. അങ്ങനെ കുടയില്ലാത്തൊരു സ്കൂൾ ജീവിതമായിരുന്നു ആ സമയത്ത്. നല്ല മഴയത്ത് അന്ന് പരിപ്പി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. അവിടുന്ന് എൻ്റെ വീട്ടിലോട്ടൊരു 1-2 കിലോമീറ്റർ ഉണ്ട്, നടന്നാണ് പോകുന്നത്. അപ്പോൾ മഴയത്ത് ഷർട്ടിനകത്ത് ഇതൊക്കെ പുസ്തകമൊക്കെ വെച്ചുകൊണ്ട് ഓടി, നല്ല മഴ, നനഞ്ഞ് വീട്ടിൽ വന്നു. അപ്പം അന്ന് പഴയ വീടാണ്, ഒരു 6 നിരയൊക്കെ ഉള്ളത്. നനഞ്ഞ് വന്ന് വിറച്ചാണ് കയറുന്നത്. അപ്പം ഞാൻ കയറി വന്നപ്പം അച്ഛൻ്റെ 3-4 സുഹൃത്തുക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അവരെന്തോ സാധനം കഴിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എന്തോ നനഞ്ഞ് വന്നിരിക്കുന്ന വഴക്കൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഊരി വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ കിടുകിടാന്ന് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ എൻ്റെ പരിചയമുള്ള അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ പരിചയം എനിക്ക്. ഇങ്ങനെ വരെ നോക്കിയാൽ അച്ഛൻ
കഴിക്കുന്നത്. അപ്പം അമ്മ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യം കാണിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് കുറച്ച് ഒഴിച്ച് അതിങ്ങനെ പൊള്ളി ഇറങ്ങിയത് ഓർമ്മയുണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ബോധമില്ല, എനിക്ക് കാര്യങ്ങളൊന്നും പിന്നെ ഓർമ്മയില്ല. പിന്നെ കിടന്നു. പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ എനിക്ക് ഓർമ്മ വരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഒന്നും ഞാനൊന്ന് താഴെ ഒരു പാ വിരിച്ച്, പായലൊരു എന്തോ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്, അതിൽ തലയെണ്ണ വെച്ച് കിടക്കുന്നത്. രാവിലെ എനിക്ക് എഴുന്നേക്കാൻ മേല. ഈ തലയെണ്ണയും ഈ തുണിയൊക്കെ കൂടെ എൻ്റെ ദേഹം മുഴുവൻ ഒട്ടിയിരിക്കുകയാണ്. സംഭവം വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു രാത്രിയിൽ. അമ്മ ഇത് വരാമെന്ന് പാച്ചമ്മ വേണ്ട അവിടെ കിടക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് കിടന്ന് അതെല്ലാം അങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുക. രാവിലെ ഞാൻ അവിടെ നിന്ന് ഒറ്റ കരച്ചിൽ. അച്ഛൻ വന്നു, എന്ത് പറ്റി? അപ്പോൾ ഞാൻ ഭയങ്കര കരച്ചു. മനസ്സിലായോ, ഇത് കഴിച്ചാലത്തെ കുഴപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞു, പലതും എന്നെ പൊള്ളിച്ചാണ് പഠിപ്പിച്ച അച്ഛൻ. അതുകൊണ്ടാണ് ഇപ്പോഴും അച്ഛൻ എന്ന് പറഞ്ഞു പോകുന്നത്. 87-88 അച്ഛൻ അവസാനമായിട്ട് സ്റ്റേജിൽ അഭിനയിച്ചത് ബാംഗ്ലൂർ ചൗഡയ്യ ഹാളിൽ വിഷമവൃത്തം എന്ന നാടകമായിരുന്നു. അന്ന് ഞാൻ വെറുതെ പോയിരുന്നു. ഞാനന്ന് സിനിമയൊക്കെ ഉണ്ട്, അപ്പോൾ ഒരു 3-4 ദിവസം ഷൂട്ടിംഗ് ഇല്ല. അപ്പോൾ ഞാൻ ചുമ്മാ പോയി. അപ്പോൾ ഈ നാടകം ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് സീനിൽ അച്ഛൻ കുറേ നീണ്ട ഡയലോഗൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡയലോഗ് എനിക്ക് തോന്നി അച്ഛൻ സ്വല്പം ഓവറാകുന്നല്ലോ എന്ന്. ഭയങ്കരമായിട്ടും ബലം പിടിച്ച് സംസാരിക്കുന്നു. അപ്പോൾ എനിക്കെന്ത് പറ്റി അച്ഛന്? അങ്ങനെ എനിക്ക് തോന്നി. പക്ഷേ ആൾക്കാർ നാടകം കഴിഞ്ഞു, ആൾക്കാരെല്ലാം കൈയടിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ പുറകോട്ട് ചെന്നു. അപ്പോൾ കുറച്ച് ഡയലോഗ് മുഴുമിപ്പിച്ചിട്ടില്ല ഡയലോഗ്, എനിക്കറിയാം. പക്ഷേ ഓഡിയൻസിന് മനസ്സിലായിട്ടില്ലത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ആൾക്കാർ ബാക്കിയുള്ള നടികന്മാരെല്ലാം സ്റ്റേജിൽ കുടിക്കുക, അച്ഛൻ കിടക്കുക. അച്ഛന് പെട്ടെന്ന് അത് ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു കോച്ചൽ പോലെ നമ്മുടെ ഈ ഹാർട്ട് മസിൽസിനെ ബാധിച്ചൊരു സംഭവമാണ്. അപ്പോൾ തന്നെ നേരെ സെൻറ്റ് ഫിലോമിനാസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ തീവ്രമായ പരിചരണത്തിൽ ഇന്ന് രാത്രി മുഴുവൻ ഞങ്ങളവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു വെളുപ്പാങ്കാൽ 5 മണിയായി. അച്ഛൻ ഇങ്ങനെ ശകലം ബോധം വന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നു കാണാൻ ICUവിൽ. എന്നപ്പം ചെറിയ കുഴച്ചുണ്ട് ഈ മരുന്നൊക്കെ ചെയ്തതിൻ്റെ. ഞാൻ മനസ്സിലാറില്ല പറ്റും. നാളെ നാടകയില്ലേ? നാളെ ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, അവർ സംഘാടകർ പറഞ്ഞു മാറ്റി വയ്ക്കാം. ഈശ്വരൻ അറസ്റ്റിൽ വന്ന നാടകമാണ്. ഞാൻ പറഞ്ഞു സംഘാടകർ പറഞ്ഞു ഇങ്ങനെ ഇന്നലെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, മാറ്റി വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. നാടകം മാറ്റി വയ്ക്കാൻ പാടില്ല, നാടകം കളിക്കണം. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ നാടകം കളിക്കുന്നതിന്. അപ്പോൾ ആ നാടകത്തിൽ അച്ഛൻ അഭിനയിക്കുന്നത് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ അത് നാടകം കളിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനില്ലാതെ അല്ല, അത് നീ അഭിനയിച്ചാൽ മതി. ഞാൻ ആ കഥാപാത്രം അഭിനയിക്കാനാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന കഥാപാത്രം അത് നിന്നെ സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ നിനക്ക് പറ്റും, നീ തീർച്ചയായിട്ടും നാടകം മാറ്റി വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ആ അച്ഛൻ്റെ ഭാഗം അന്ന് അഭിനയിക്കുന്നു. ഞാൻ അവസാനമായിട്ട് സ്റ്റേജിൽ കയറി വന്നാണ് നാടകത്തിൽ പിന്നീട് ഞാൻ അഭിനയിച്ചിട്ടില്ല. അത് അച്ഛൻ്റെ ഒരു നാടകത്തോടുള്ളൊരു ഇഷ്ടമായിരുന്നു. 35-40 വർഷത്തോളം നാടക അഭിനയത്തിൽ ഒരിക്കൽ പോലും അച്ഛൻ അസുഖമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും അസുഖമായിട്ട് നാടകം മാറ്റി വെച്ചിട്ടില്ല. അച്ഛൻ ഇപ്പം എത്രയോ അസുഖങ്ങളുണ്ടായിട്ടുണ്ട്. സ്ഥിരമായ വയറുവേദന ഉണ്ടാകുമായിരുന്നു. അപ്പം ഈ മസിൽസ് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യും, ഭയങ്കര വേദനയാണ്. അപ്പം തന്നെ പെത്തടീൻ ഇഞ്ചക്ഷൻ എടുക്കും, എന്നിട്ട് അച്ഛൻ അഭിനയിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ അച്ഛനെ ഞാൻ വർത്തമാനം പറയുമ്പോൾ അറിയാതെ വന്നു തെറ്റാണ്. എനിക്കൊരു ആത്മകഥ എഴുതാൻ മാത്രമുള്ള ജീവിതാനുഭവം ഒന്നും എനിക്കില്ല. വളരെ ഡീപ്പായിട്ട് മാത്രമല്ല എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനോടൊത്തുള്ളൊരു ജീവിതമായിരുന്നു. അന്നുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് ഷെയർ ഞാനും അച്ഛനും ഞങ്ങളുടെ കുടുംബവും കൂടി ഷെയർ ചെയ്ത് ഒരുപാട് തീവ്രമായ അനുഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഈ പറഞ്ഞ പോലെ പറയേണ്ട കാര്യമല്ല. അച്ഛൻ്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതം ഒന്നുമല്ല. അങ്ങനെ ഒരു 19-ാമത്തെ വയസ്സിൽ ഇവിടുന്ന് ഒരു തകരപ്പെട്ടിയായിട്ട് മലേഷ്യയിൽ പോയി പല ജോലികളും ചെയ്തു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് INA ചേർന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ മുന്നിലാണ് ആദ്യമായിട്ട് അച്ഛൻ നാടകം അവതരിപ്പിച്ചത്. കുർബാനി എന്ന നാടകം. അതാണ് അച്ഛൻ ആദ്യം എഴുതുന്ന നാടകം. ഇംഗ്ലീഷിലായിരുന്നു. പക്ഷെ അതിൻ്റെ കോപ്പി പോലും ഇല്ല ഇപ്പം. അതാണ് ആദ്യം അച്ഛൻ എഴുതിയ നാടകം. അത് കഴിഞ്ഞ് യുദ്ധത്തിൽ പിടിച്ചു. അവിടുന്ന് പിന്നെ കൽക്കട്ടയെ കൊണ്ടുവന്നു. അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടു വീട്ടിൽ വന്നു. 10 വർഷത്തിന് മുമ്പ്
ഇവിടുന്ന് 19 വയസ്സിൽ പുറപ്പെട്ട് പോകുമ്പം ഒരു പെണ്ണിനോട് പറഞ്ഞു കല്യാണം കഴിച്ചോളാമെന്ന്. ആ പെണ്ണ് അന്നും കാത്തിരുന്നു. അതാണ് എൻ്റെ അമ്മ. 9.5 വർഷം കഴിഞ്ഞിട്ട് വരുമ്പോൾ അമ്മയുടെ അനിയത്തിമാരെയൊക്കെ കല്യാണം കഴിച്ചു. അമ്മ മാത്രം കല്യാണം കഴിക്കാതെ നോക്കിയിരുന്നു. അമ്മ എല്ലാവരും വിചാരിച്ച അച്ഛൻ മരിച്ചു പോയെന്ന്, യുദ്ധത്തിൽ പങ്കെടുത്ത് എഴുത്തൊന്നുമില്ല. പക്ഷെ അമ്മ അങ്ങനെ ഇരുന്ന് നോക്കിയിരുന്നു. അങ്ങനെ വന്നതിൻ്റെ 3-ാം ദിവസം അമ്മ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് 3-ാം ദിവസം ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു. പിന്നെ വീണ്ടും മലേഷ്യക്ക് പോയി. എൻ്റെ പെങ്ങൾ ജനിച്ചു. ഞാൻ മലേഷ്യ ജനിച്ചത്. അങ്ങനെ മലേഷ്യ പോയി വീണ്ടും ഇവിടെ വന്നു. പല ബിസിനസ്സും, ഹോട്ടൽ ബിസിനസ്, ഹോട്ടൽ നടത്തി. സുഗുണവിലാസം എന്ന് പറഞ്ഞ ഹോട്ടൽ ആലപ്പുഴ, പോളത്തോട്, കൊല്ലത്തെ പോളത്തോടിൽ ഒരു തടിമില്ല് നടത്തി, പൊളിഞ്ഞു. അങ്ങനെ എല്ലാം പൊളിഞ്ഞു. പിന്നെ അധ്യാപകനായി, പകരക്കാരനായിട്ട്. അങ്ങനെ 40 വയസ്സ് 42 വയസ്സിലാണ് പിന്നെ നാടകം എന്ന് പറഞ്ഞാൽ അച്ഛനെ അറിയപ്പെടുന്നത്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം നിരന്തരമായ വായനയും പഠിത്തമായിരുന്നു. മരിക്കുന്ന സമയത്തും അച്ഛൻ ആ മേലാത്ത സമയത്തും എപ്പോഴും പുസ്തകം കൈ കാണും. തീരെ കുറച്ച് നേരം വായിച്ച് ക്ഷീണം വരുമ്പോൾ പുസ്തകം നെഞ്ചത്ത് വെച്ച് കിടന്നുറങ്ങും. പണ്ടൊക്കെയാണ് ഇരുന്ന് ഒരേ ഇരിപ്പിൽ നിന്ന് ഒരു ദിവസങ്ങളോളം വായിക്കുമായിരുന്നു. മരിക്കുന്നവരെ വായനയും പഠനവും തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങൾ കാണുമ്പോൾ എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഒന്നുമില്ല, ഒരു വളരെ നിസ്സാരമായിട്ട് തോന്നുന്നു. അപ്പോൾ പക്ഷെ എനിക്കൊരു കാര്യം തോന്നണു, ജീവിതത്തെ അത്ര നിസ്സാരമായിട്ട് കാണാനും എനിക്ക് പറ്റുന്നുണ്ട്. പല അനുഭവങ്ങളും വരുമ്പോൾ അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല. അതൊക്കെ ഈ അനുഭവത്തിൽ നിന്നായിരിക്കാം. കുടുംബയോഗം എന്ന് പറഞ്ഞ നാടകം ഒന്നും കൂടെ അല്ല, ഞാൻ അവതരിപ്പിച്ചിട്ടില്ലത്. 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ. അതൊന്ന് അവതരിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് സ്റ്റേജിൽ. പക്ഷേ അതിന് ഭയങ്കര റിഹേഴ്സൽ വേണം, കുറേ ദിവസം വേണം. ഞാൻ ഒറ്റയ്ക്ക് പറ്റില്ല, എൻ്റെ കൂടെ ഒരു നടി ഉണ്ടാവണം. അതൊരു പ്രായമുള്ള ക്യാരക്ടർ ആയിരിക്കണം. അത് 100% അങ്ങനെ നന്നായിട്ട് ചെയ്യുന്ന ഒരു നല്ല അർപ്പണബോധത്തോടെ എന്നോട് അടുത്ത് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് വേണം. റിഹേഴ്സൽ വേണം നന്നായിട്ട്. അതായത് ആ നാടകത്തിൽ ആകെ 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ. പക്ഷേ സ്റ്റേജിൽ ഒരു 10-40 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അവരാരും വരുന്നില്ല. ഞങ്ങളുടെ സങ്കല്പത്തിൽ അവർക്ക് കസേര ഇട്ട് കൊടുക്കുന്നുണ്ട്, കസേരയില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഭക്ഷണമില്ല. അവർക്ക് ചായ കാപ്പി എല്ലാം കൊടുക്കും. അവരുടെ കുട്ടികളുണ്ട്, ആ കുട്ടികൾ താലോലിക്കുന്നുണ്ട്, കുട്ടികളില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കൺസീവ് ചെയ്യണം. അതായത് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം, ഇങ്ങനെ ആൾക്കാരുണ്ട്. അപ്പോൾ പ്രേക്ഷകന് തോന്നണം ഇവിടെയൊക്കെ ആൾക്കാരിപ്പുണ്ടെന്ന്. അപ്പോൾ അത് നമ്മുടെ ഈ 2 പേരുടെ അഭിനയം കൊണ്ട് സാധിക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഭംഗിയായ റിഹേഴ്സൽ വേണം. അപ്പോൾ അതിന് എന്നോടൊപ്പം റിഹേഴ്സലിനൊക്കെ നിൽക്കുന്ന, എന്നാൽ അസാമാന്യമായ അഭിനയിക്കാൻ കഴിവുണ്ട് ഒരു സ്ത്രീ കഥാപാത്രത്തിൻ്റെ അടുത്ത്. അങ്ങനെ ഒരു കഥാപാത്രം ഒരാളിനെ കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്യും. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി അച്ഛനാണ്. അത് ബാക്കി ഞാൻ പല ബുക്സൊക്കെ വായിച്ചിട്ടുണ്ട്, പലയൊക്കെ അടുത്തറിയാം. എങ്കിലും ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുമ്പം എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ ചിന്തകളും അച്ഛൻ്റെ അഭിപ്രായങ്ങളും പിന്നെ അച്ഛൻ്റെ വ്യക്തിത്വവും ഇതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ബാക്കി അങ്ങനെ ഒരാളെനിക്ക് തോന്നിയിട്ടില്ല. ഒരു സാധാരണ അച്ഛനല്ല എൻ്റെ അച്ഛൻ. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, അച്ഛൻ്റെ ആത്മകഥ വായിച്ചിട്ട് അനവധി പേര് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അച്ഛനുള്ള കാലത്ത് അന്ന് ഈ ആത്മകഥ ഇത്രയും ഇല്ല, പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജനയുഗത്തിൽ മാത്രമായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് വായിച്ചിട്ട് 1-2 പേര് അച്ഛന് കത്ത് എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച 2 പേര് അവർ ആത്മഹത്യയിൽ നിന്ന് പിന്മാറിയത് പുസ്തകം വായിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ജീവിച്ചുകൂടാ? അപ്പം അങ്ങനെ ചിന്ത അച്ഛൻ്റെ ആത്മഹത്യയിൽ നിന്നുണ്ടാവണമെങ്കിൽ എത്രമാത്രം അനുഭവ സമ്പത്തുണ്ടായിരുന്നു. പിന്നെ ഒരിക്കൽ തകഴിച്ചേട്ടൻ ഞങ്ങളുടെ അമ്പലപ്പുഴ നാടകം കളിക്കാൻ പോയപ്പോൾ അന്ന് ഈ ജനയുഗത്തിനകത്ത് ഈ ആത്മകഥ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തകഴിച്ചേട്ടൻ പറഞ്ഞു അച്ഛൻ്റെ അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് റൂമിൽ വന്നിരുന്നു. അങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞു എടാ, അച്ഛനെ എടാന്ന് വിളിക്കുന്നത് ഞാൻ കരുതുന്നത് ഇതാ, എടാ അനിയ എനിക്ക് നിന്നോട് അസൂയുണ്ട്. അച്ഛൻ ചിരിച്ചിട്ട് എന്താ ചേട്ടാ അങ്ങനെ? അല്ല, നിൻ്റെ അനുഭവത്തിൻ്റെ 100-1 അനുഭവം എനിക്കില്ലല്ലോ. അപ്പം തകഴിച്ചേട്ടനെ പോലുള്ള ആൾ പോലും അത്രമാത്രം എൻ്റെ അനുഭവത്തിനെ പറ്റി പറയുമ്പം കൊച്ചിലെ പോലും ഞാൻ ജനിച്ചപ്പോൾ പോലും കാണുന്നില്ല അച്ഛനെ. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി എന്ന നിലയിലായിരിക്കും ഞാൻ സംസാരിക്കുമ്പോൾ വരാറുണ്ട്. ശരിയാണ്. നമ്മൾ വർഷങ്ങളായിട്ട് അഭിനയിച്ചുകൊണ്ട് ചിലപ്പം വിളിച്ചോ ഉണർത്തിയിടാ അഭിനയിച്ചേ ഈ ഡയലോഗ് എന്ന് പറഞ്ഞാലും പറയാം. അത് നമ്മുടെ ശീലത്തിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ ഒരു ഡിഫറെൻ്റ് ആൾ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് വളരെ സൂക്ഷിക്കണം. ഇപ്പം ഒരു പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഏറ്റിട്ടുണ്ട്. അത് നടന്നാൽ
അതൊരു 90 വയസ്സുള്ള മനുഷ്യൻ്റെ ക്യാരക്ടറാണ്. ആ ആൾ എൻ്റെ ഒരു 50 വയസ്സുണ്ട്, ഒരു 30-35 വയസ്സുണ്ട്. ഈ മൂന്നാല് സ്റ്റേജുണ്ട്. ഇപ്പം തന്നെ എനിക്ക് അതിനകത്ത് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാകും? വ്യക്തമായ രൂപം എനിക്കില്ല. സ്ക്രിപ്റ്റ് വായിച്ചു, പിന്നെ ഒന്നും കൂടെ ഇനിയിപ്പോൾ സ്ക്രിപ്റ്റ് കൊണ്ടുവരും, ഒന്നും കൂടെ വായിച്ചു, ഇനിയിപ്പോൾ മേക്കപ്പ് ചെയ്ത ശേഷം ഇന്ന് നോക്കണം എങ്ങനെയാണ്. എന്നിട്ട് അതായത് ആ കഥാപാത്രത്തെ എന്നിലേക്ക് എത്തിക്കണം. എൻ്റെ ശരീരവും എൻ്റെ കണ്ണും കൈയും കാലും ഒക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. അത് ആ പ്രായമുള്ള ഒരാളുടെ ആക്കി തീർക്കണം ഞാൻ. അയാളുടെ ചിന്തകൾ ആ പ്രായമുള്ള ഒരാളുടേതാക്കണം. ആ ചിന്തയിൽ നയിക്കാണ് നോട്ടമൊക്കെ വരുന്നത് ആ മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ ആരാണ്? അയാൾ എവിടെ ജനിച്ചു, എവിടെ വളർന്നു, അയാളുടെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, അയാൾ വളർന്ന സാഹചര്യം എന്തൊക്കെയാണ്, ഇത് മുഴുവൻ വിവാഹം കഴിച്ചിട്ടുണ്ടോ, മക്കളുണ്ടോ, മക്കളുടെ മക്കളുണ്ടോ, അവർ ഇയാളുടെ ഇപ്പോഴത്തെ ബന്ധം, അങ്ങനെ 100 ചോദ്യങ്ങൾ. അതിനുള്ള ഉത്തരമായിരിക്കും നമ്മൾ കണ്ടെത്തുന്ന ഈ ക്യാരക്ടർ. അത് സിനിമയിലാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് അവിടെ ചെന്ന് ഡയറക്ടർ ഇന്ന ദിവസം ഷൂട്ടിങ് അങ്ങോട്ട് എന്നിട്ട് നമ്മൾ അഭിനയിക്കല്ലേ. നാടകത്തിൽ അതല്ല, 10-30 ദിവസം റിഹേഴ്സൽ ഉണ്ടാകും. കൃത്യമായി പഠിച്ചിട്ട് ഡയലോഗെല്ലാം പഠിച്ച് കൃത്യമായിട്ട് ഒരു ഈ പറഞ്ഞ ഇമോഷണൽ കടലിലൂടെ ചെയ്യുന്നതാണ്. നാടകത്തിൽ അഭിനയിക്കുമ്പോൾ പ്രേക്ഷകൻ വളരെ ദൂരെയായിരിക്കുന്നത്. പ്രേക്ഷകരിലേക്ക് എത്തണം നമ്മുടെ അഭിനയം. നമ്മുടെ ശബ്ദം കൊണ്ട് ഒരു 90% ശബ്ദ നിയന്ത്രണം കൊണ്ടാണ് നാടകത്തിൽ സാധിക്കുന്നത്. അപ്പോൾ അത് സൗണ്ട് കൾച്ചറിങ്. സിനിമയാണെങ്കിൽ പിന്നീട് ഡബ് ചെയ്യാൻ നമുക്ക്. ഇത് അപ്പം തന്നെ നമ്മളുണ്ട്. ആ കറക്റ്റായിട്ടുള്ള ഇമോഷണൽ സെറ്റ് ഉണ്ട്. അത് മാത്രം പോരാ. ഇപ്പം സിനിമയിലാണെങ്കിൽ ഒരു പെണ്ണിനോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ കണ്ണിൽ നോക്കിയിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ പറഞ്ഞാൽ അല്ല, കണ്ണിൽ നോക്കിയിട്ടൊന്ന് ചിരിച്ചാൽ മതി. ഇത് ധാരാളം മതി സിനിമയ്ക്ക്. നാടകത്തിൽ ഇവിടെ ഇരിക്കുന്ന 2000 പേര് 8 നാടും പൊട്ടെ ഐ ലവ് യു എന്ന് വിളിച്ച് പറയണം. എന്നാൽ വിളിച്ച് പറയാൻ തോന്നാവോ? രഹസ്യം പറയാനായിട്ട് തോന്നണം. ആ രഹസ്യം പറയാൻ തോന്നുമ്പോൾ തന്നെ ആ ശബ്ദം മൈക്കിൽ പിടിക്കണം, മൈക്ക് ക്യാച്ച് ചെയ്യണം. മൈക്ക് ക്യാച്ച് ചെയ്താലേ അവിടെ കേൾക്കുകയുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന രഹസ്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം രഹസ്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ, എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ. അപ്പോൾ സൗണ്ട് കൾച്ചറിങ് എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ളതാണ്. പുറം രാജ്യങ്ങളിലൊക്കെ ഈ സൗണ്ട് കൾച്ചറിങ് മാത്രം 2-3 വർഷമൊക്കെ പഠിപ്പിക്കണമെന്ന് അറിയുന്നത്. ഇവിടെ വെറുതെ സഞ്ചിയും തൂക്കി നമ്മൾ പോകുമല്ലേ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ വർഷം അതിൻ്റെ ഒരു തയ്യാറെടുപ്പുണ്ട്. 6 മാസം 1 വർഷമൊക്കെ എന്നിട്ടാണ് ഷൂട്ടിങ് തുടങ്ങുന്നത്. ഇവിടെ വളരെ ലാഘവത്തോടെയാണ് നമ്മൾ സിനിമയൊക്കെ സമീപിക്കുന്നത്. അത് നമുക്കത്രയല്ലേ പറ്റുള്ളൂ. ഏതൊരു നടനും നടിക്കും ഒരു എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇന്നിപ്പോൾ അനവധി നടീനടന്മാർ മലയാള സിനിമ വരുന്നുണ്ട്. അവരൊക്കെ അഭിനയിച്ചാണ് പലപ്പോഴും നല്ല ഒരു നടിയോ നടനോ ഒക്കെ ആയിത്തീരുന്നത്. പണ്ട് കാലത്ത് അച്ഛൻ എൻ പിള്ള, KT മുഹമ്മദ്, തോപ്പിൽ ബാസി, PJ ആൻ്റണി, SL സദാനന്ദൻ, തിക്കൊടി മാഷ്, അങ്ങനെ അനവധി, ഗീതാലി ചാച്ചപ്പൻ, നാടകത്തല്ലെങ്കിൽ ഇപ്പോൾ നല്ല സംഘാടകനായിരുന്നു മാധവൻ ചേട്ടൻ. അങ്ങനെ അനവധി ആൾക്കാർ നാടക സംഘാടകരായിട്ട്, സംവിധായകരായിട്ട്, എഴുത്തുകാരായിട്ട് മലയാള നാടകവേദിയിലുണ്ടായിരുന്നു. അവിടെ പരിശീലിപ്പിച്ച ആൾക്കാരാണ് അടുത്ത കാലത്തായിട്ട് നമ്മുടെ സിനിമയെ കാണുന്ന ഒരു വർഷങ്ങളായിട്ട് സിനിമയിൽ നിൽക്കാൻ പറ്റുന്ന, വ്യത്യസ്തമായ റോളുകൾ ചെയ്യാൻ പറ്റുന്ന നടന്മാരായി തീർന്നത്. അതിനകത്ത് ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസാണ് ഈ നടന്മാരെ ഒരു നല്ല നടനാക്കി തീർക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു സൈക്കിളിൽ കയറാനുള്ള ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂട്ടർ പെട്ടെന്ന് ഓടിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ അത്യാവശ്യമായ ഒരു നടന് വേണ്ടതായ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി, അതുമാതിരി കഥാപാത്രത്തെ കൺസീവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, സ്റ്റേജിൽ നിൽക്കാനുള്ള ഒരു അനായാസമായിട്ട് സ്റ്റേജിൽ പ്രവർത്തിക്കാനുള്ളൊരു പരിചയം, ഇതൊക്കെ സിനിമയിൽ ഒരുപാട് സഹായിക്കും. എന്നുവെച്ച് നാടകാഭിനയം അതായപടി പകർത്തുന്നതല്ല സിനിമാഭിനയം. രണ്ടും എൻറ്റയർ ഡിഫറൻ്റ് ആയിട്ടുള്ള മീഡിയയാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അഭിനയിക്കാൻ. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അച്ഛൻ്റെ നാടക കളരി തന്നെയാണ്.